കളിത്തത്തമ്മ പുലയനാർ മണിയമ്മ പൂമുല്ല കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ ആളിമാരൊത്തുകൂടി ആമ്പൽപ്പൂ കടവിങ്കൽ ആയില്യപ്പൂനിലാവിൽ കുളിക്കാൻ പോയി പുലയനാർ മണിയമ്മ പൂമുല്ല കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ അരളികൾ പൂക്കുന്ന കരയിലപ്പോൾ നിന്ന മലവീട് ചെറുക്കൻ്റെ മനം തുടിച്ചു അരളികൾ പൂക്കുന്ന കരയിലപ്പോൾ നിന്ന മലവീട് ചെറുക്കൻ്റെ മനം തുടിച്ചു അവളുടെ പാട്ടിൻ്റെ ലഹരിയിൽ അവൻ മുങ്ങി അവളുടെ പാട്ടിൻ്റെ ലഹരിയിൽ അവൻ മുങ്ങി ഇളം കാറ്റിലിളകുന്ന വല്ലി പോലെ പുലയനാർ മണിയമ്മ പൂമുല്ല കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ കിളിനീരാട്ടിന് കളിച്ചിറങ്ങി അവൾ താളത്തിൽ പാട്ടുപാടി തുടിച്ചിറങ്ങി കിളിനീരാട്ടിന് കളിച്ചിറങ്ങി അവൾ താളത്തിൽ പാട്ടുപാടി തുടിച്ചിറങ്ങി അവളുടെ നെറ്റിയിലെ വരമഞ്ഞൾ കുറിയാലേ അവളുടെ നെറ്റിയിലെ വരമഞ്ഞൾ കുറിയാലേ അരുവിൻ ചെമ്പൊന്നിൻ പൊടി കലങ്ങി പുലയനാർ മണിയമ്മ പൂമുല്ല കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ ആളിമാരൊത്തുകൂടി ആമ്പൽപ്പൂ കടവിങ്കൽ ആയില്യ പൂനിലാവിൽ കുളിക്കാൻ പോയി പുലയനാർ മണിയമ്മ പൂമുല്ല കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ നൈസ്. അനഘ, കഴിഞ്ഞ ഷെഡ്യൂളിൽ പറ്റിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും നമ്മൾ എലിമിനേഷൻ പോലെ വെച്ചു, ഡേഞ്ചർ സോണിൽ വന്നു. ഇപ്പം ഇത്തവണ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എടുത്തത് ഈ ഷെഡ്യൂളിൽ? ഇത്തവണ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലോണം. മെയിനായിട്ട് കോൺഫിഡൻസോടുകൂടെ പാടണം തന്നെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല ടെൻഷൻ അടിച്ചിട്ട് ആകെ പ്രശ്നമായിരുന്നു. അപ്പം ടെൻഷൻ ഇല്ലാതെ പാടാൻ പറ്റണം എന്നുള്ളതായിരുന്നു മെയിനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പൂർണ്ണമായിട്ട് മാറിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തിലൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് ടെൻഷൻ. കുറഞ്ഞു, നന്നായി. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചേച്ചി. മോളൂസേ, നന്നായിരുന്നു. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ആദ്യം നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന്. പ്രസാദം ആണ് മൂവി. വി ദക്ഷിണാമൂർത്തി സ്വാമിയാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. പി ഭാസ്കരൻ മാഷ് വരികൾ എഴുതി. ജാനകി അമ്മ പാടിയ വേർഷനാണ് ഞാൻ പാടിയത്. ദാസാറും കൂടെ പാടിയിട്ടുണ്ട്. ഓക്കെ, ബ്യൂട്ടിഫുൾ. നല്ല നല്ല രസമുണ്ട് കാണാൻ. ആദ്യം തന്നെ അത് പറയട്ടെ. താങ്ക് യു. എനിക്ക് ഒന്നാമത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട്, ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. ഇത് മോളുടെ വോയിസ് നല്ല രസമുണ്ടായിരുന്നു ഈ പാട്ടിനകത്ത്. നല്ല സുഖമായിട്ടുണ്ടായിരുന്നു കേൾക്കാൻ, നല്ല രസമുണ്ട്. ഹൈ പോർഷൻസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് നല്ല ഈസി ആയിട്ട് അങ്ങ് പാടിപ്പോയി. ചെറിയ സ്റ്റാർട്ടിങ് മാത്രം ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. നമ്മുടെ ആലാപ്പ് ഒന്നും കൂടെ സ്റ്റഡി ആവായിരുന്നു. അവിടെ എനിക്ക് തോന്നിയത് മോളുടെ ശ്വാസം ഒരു പ്രശ്നം തോന്നി. അതേപോലെ ഫിനിഷിങ് പാട്ട് എൻ്റെ എന്നിടത്തും ശ്വാസം ഒരു വില്ലനായി വീണ്ടും മുന്നിൽ വന്നു നിന്നു.
കഴിഞ്ഞതിനേക്കാളും ഒക്കെ ഒരുപാട് നന്നായിട്ടുണ്ട്. കാരണം ശ്രുതി കഴിഞ്ഞ പ്രാവശ്യം കുറേ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു മോളുടെ അടുത്ത്. ഇപ്പം ദിസ് ടൈം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളില്ല. ഇപ്പം കോൺഫിഡൻസ് കൂടി എന്നൊക്കെ പറഞ്ഞു, സത്യമാണത്. അത് മുഖത്തും ഉണ്ട്, ആ ഒരു ബോഡി ലാംഗ്വേജിലും നമുക്ക് മനസ്സിലാവും ആള് ടെൻഷൻ ഇല്ല. താങ്ക് യു മാം, താങ്ക് യു. അത് മോളെ ആ പല്ലവിയുടെ വെരി എൻഡ് അതൊന്ന് പാടോ, ഫസ്റ്റ് പല്ലവിയുടെ. ഇത് നേരത്തെ ശ്വാസം തീർന്നുപോയി. അതാണ് അവിടെ ഒരു പ്രശ്നം അല്ലേ? അത് മാനേജ് ചെയ്യണം. എങ്ങനെയാണ് ശ്വാസം, എവിടെയൊക്കെയാണ് ഒരു ലൈനിൽ നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾക്ക് ശ്വാസം എല്ലാരും ഒരുപോലെ ആവണമെന്നില്ല. ഞാനത് വേർഡ് കട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാ ആദ്യം പാടിയപ്പോ ഒറ്റ ബ്രത്തിലാ പാടിയത്. പിന്നെ ലാസ്റ്റ് പല്ലവി പാടിയപ്പം ആയില്യ കഴിഞ്ഞിട്ട് പൂനിലാവിൽ കട്ട് ചെയ്തിട്ടാ പാടിയത്. അപ്പം കുറച്ചും കൂടെ എളുപ്പമായി. എനിക്ക് അത് മാത്രം ഇതിലൊരു ചെറിയ ശ്വാസത്തിന്റെ പ്രശ്നങ്ങളാണ് കൂടുതലും ആ ഒരു തടസ്സമായിട്ട് നിന്നത്. അതുകൊണ്ടാണ് പല ഭാഗങ്ങളും ഒരു ചേരായികയോ അല്ലെങ്കിൽ ഫിനിഷിങ്ങോ വരാഞ്ഞത്. അപ്പൊ അതിലൊന്ന് വർക്ക് ചെയ്യൂ. ഓക്കെ, അതർവൈസ് വെരി ഗുഡ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ നന്നായിട്ട് പാടി. താങ്ക് യു സർ. എന്നാ നല്ല രസമുള്ള പാട്ട്. ഈ ദാസാന്റെ വേർഷൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. നന്നായിട്ട് പാടി. താങ്ക് യു അപ്പൊ സർ. ആ തുടക്കത്തിൽ ഒരു ചളങ്ങിയാണ് നമ്മൾ തുടങ്ങിയത്. നമുക്ക് ആ ചളക്കം ഒന്ന് മാറ്റിയാലോ? അല്ലെ, എനിക്കൊന്നും ഉറക്കം വരത്തില്ല. അമ്മ മതി മതി മതി. ഇനി അടുത്തത്. ശ്വാസം കുറച്ചുകൂടെ എടുക്കുക. ഒരു ആദ്യം ഒന്ന് റിലാക്സ് പഠിക്കോ. ഓക്കെ, കുഴപ്പമില്ല, ഗുഡ്. പിന്നെ എനിക്കുള്ള ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചരണങ്ങളിൽ ഈ തുടക്കത്തിൽ ലയത്തിനൊരു പ്രോബ്ലം വരുന്നത് എന്താണ്? വാട്ട്സ് ദ പ്രോബ്ലം? എന്നുള്ള സ്ഥലത്ത് എന്താണ് അവിടെ ഈ ലീഡും കൂടെ വരുമ്പോഴത്തേക്ക് ഒരു മണമണാലിറ്റി? അത് പ്രാക്ടീസ് ചെയ്തപ്പം കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ കുഴപ്പമുണ്ടായിരുന്നു 2 തവണയും. നമുക്ക് അതൊക്കെ ശരിയാക്കിയാലോ? അരളികൾ പൂക്കുന്ന കരയിലപ്പോൾ നിന്ന ഇനി അടുത്തത്. കിളി നീരാട്ടിന് കളിച്ചിറങ്ങി അവൾ താളത്തിൽ പാട്ടുപാടി തുടിച്ചിറങ്ങി. മതി, ഗുഡ്, വെരി ഗുഡ്. അത്രേ ഉള്ളൂ. എനിക്ക് കുറെ ഇഷ്ടമായി കേട്ടോ പാടിയത്. ധൈര്യത്തോടെ നിൽക്കുക. നമുക്കൊരു ധൈര്യം ഉണ്ടെങ്കിൽ എല്ലാം പറ്റും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക. അനഘ സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഓഫ് കോഴ്സ് എനിക്ക് ഞാൻ ആകെ എഴുതിയത് മെയിനായിട്ട് ഫസ്റ്റ് ആ സ്റ്റഡി ഹമ്മിങ് കുറച്ചുകൂടി ഒന്ന് സ്റ്റഡി ആവണമായിരുന്നു. അതിനൊരു ഇൻകംപ്ലീറ്റ് ഫീൽ പോലെ എനിക്ക് തോന്നി. ബാക്കി അതർവൈസ് പിന്നെ ഒരു കിതപ്പും ഒരു ടയർഡ്നെസ്, കുറേ ബ്രത്ത് എടുക്കുക അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, അനഘ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. അനഘ താങ്ക് യു സർ. ഫസ്റ്റ് പാടിയ അനഘയും ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുന്ന അനഘയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതൊരു ഗ്രാജുവൽ ആണെങ്കിലും അതൊരു ഇമ്പ്രൂവ്മെന്റ് ആണ്. താങ്ക് യു സർ. അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ശരത്തേട്ടനും മഞ്ജരിയും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങനെ അങ്ങ് പോട്ടെ. ബാക്കി ബ്രത്ത് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് കോൺസെൻട്രേറ്റ് റിലാക്സ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പോൾ സ്റ്റേജിൽ വന്നിട്ട് ഇപ്പോൾ അനഘ റിലാക്സ് ചെയ്തിട്ടാണ് ഈ പാട്ട് പാടുന്നതെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ റിസൾട്ട് മൊത്തം മാറിയേനെ. എന്തോ ഒരു ടെൻഷനോ കാര്യമോ എന്തോ എവിടെയോ കിടന്ന് കളിക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര ടെൻഷൻ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പം അകത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. നന്നായിട്ട് തന്നെ പാടിയിടി. അതുകൊണ്ട് കീപ്പ് അപ്പ് ദിസ്. ഈ ഒരു ഇമ്പ്രൂവ്മെന്റ് ഇതുപോലെ തന്നെ അങ്ങ് പോട്ടെ കേട്ടോ. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ. 8.9 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക. മോളെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് 8.9 ആയിരുന്നു. പക്ഷേ ഈ ഒരു ഇമ്പ്രൂവ്മെന്റിന് ഒരു 0.1 കൂടെ ഞാൻ കൂടുതൽ തരുന്നു. താങ്ക് യു ഷാനിക. ചേച്ചി. മോളൂസേ, മാർക്ക് ദ ഗാനക്കുടത്തിലേക്ക്. താങ്ക് യു മാം. സോ ടോട്ടൽ 17.9. സൂപ്പർ.
ഓക്കെ ഓൾ ദി ബെസ്റ്റ് Ni pa ma ga sa sa